ഒരു ഒരു నాకు ఒక్క 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 నాకు ఒక్క ముద్దు ముద్దు కావాలి. నాకు ముక్కు ఒక్క కోవాలి. నాకు నాకు ఒక్క ఒక్క ముద్దు 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 నాకు ఓకే ముద్దు దాదా ముద్దు ముద్దు కావాలి. కావాలి. ఓకే ఓకే కావాలి. నాకు ముక్కు ముద్దు కావాలి. താര എവിടെ? അല്ല മറന്നുപോയി. അതെ എന്റെ അപ്പാപ്പ എത്ര നാളായി കണ്ടിട്ട്. അപ്പപ്പ ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു അപ്പപ്പ. എവിടെ കേക്കുന്നില്ല? ഹായ് മിസ്റ്റർ അപ്പാപ്പൻ, ഐ ആം താരാസ് ബോയ് ഫ്രണ്ട്. എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഹലോ പറഞ്ഞോ. അപ്പാപ്പൻ, ഞാൻ ഇവിടെ ബോയ് ഫ്രണ്ട് ആട്ടാ. അല്ല അപ്പപ്പൻ ഇല്ലായിരുന്നല്ലോ. ബോയ്ഫ്രണ്ടിന്റെ പേരെന്താ? എന്റെ പേര് ഷമീർ. ഷമീർ. അതെ 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 അതെ. താര എന്റെ ഒരു വളരെ പഴയ ഒരു സുഹൃത്താണ്. സുഹൃത്ത് മാത്രമല്ല, എന്റെ ഒരു കൊച്ചുമോള കുട്ടിയാണ്. നിങ്ങള് എത്ര കാലം പരിചയമുണ്ട്? താര ഇവിടെ സിറ്റിയിൽ വന്നപ്പോ തൊട്ട് ഞങ്ങൾ കാണാൻ തുടങ്ങിയത് അല്ലേ? അപ്പൊ അപ്പാപ്പന്റെ ഒരു കൊച്ചുമോളാ അല്ലേ? എക്സ്എംഡിയുടെ ഡയറക്ടർ ആയിരുന്നു ആ സമയത്ത് അല്ലേ താരെ? അപ്പാപ്പനെ കുറിച്ച് ഞാൻ അല്ല അപ്പാപ്പനെ കുറിച്ച് കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളായിരുന്നു. അതെയോ? ഷമീർ നല്ലതാണല്ലോ എന്നെ പറ്റി കേട്ടതല്ലേ? നല്ലതല്ലേ ഉള്ളൂ, മോശം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി അറിയില്ല കേട്ടോ. കേക്കാൻ മോശമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂലല്ലോ, ജീവിതല്ലേ. അതെ 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 അതെ. ഇതുപോലെ ഇനി എന്നാ ഒരു എൻഗേജ്മെന്റ് ഒക്കെ നടത്തുന്നേ? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയമുണ്ട് അപ്പപ്പ. അല്ല ഒരു മിനിറ്റ്, അപ്പാപ്പൻ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങോട്ട് വരും. അപ്പാപ്പ താരം ഒരു മിനിറ്റ്. അതെന്റെ അപ്പാപ്പനോ? അപ്പാപ്പ അല്ല, ഞാനൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രായം വെച്ചോ അല്ലെങ്കിൽ ബഹുമാനം വെച്ചോ ഞാൻ അപ്പാപ്പനോട് ചോദിക്കേണ്ട കാര്യമല്ല ഇത്. പക്ഷെ എന്നാലും എന്റെ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ഇത് ചോദിക്കുന്നു. വേറൊരു രീതിയിൽ അപ്പാപ്പൻ തെറ്റിദ്ധരിക്കോ ഇതാക്കിയോ ചെയ്യരുത്. ഞാൻ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അതായത് ഞാനും താരയായിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പ് ആയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പൊ കൊറേ നാളായി ഞാനൊരു കിസ്സിന് വേണ്ടി ഇവരുടെ കൂടെ നടക്കുന്നു. അതൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരും നിർബന്ധിക്കാൻ പാടില്ല. ഒരു ആത്മാർത്ഥമായിട്ടുള്ള അപ്പാപ്പൻ നിർബന്ധിക്കരുത്. അപ്പാപ്പൻ നിർബന്ധിക്കാനല്ലേ അങ്ങനല്ലേ പറഞ്ഞത്? ഒരു അഡ്വൈസ് അല്ലേ? അഡ്വൈസ് ഇതൊക്കെ നമുക്ക് തേടി വരുന്ന സംഭവമാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആ കുട്ടി അറിഞ്ഞു തന്നെ കാര്യങ്ങളാണ്. ഇതിപ്പോ നമ്മൾ പറയുന്നില്ലേ, ഒരു എൻഗേജ്മെന്റ് നടത്തുമ്പോ എന്തിനാ ഒരു മോതിരം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ലാസ്റ്റില് ഒരു ചടങ്ങുണ്ട്, ഒരു കിസിന്റെ ഒരു ചടങ്ങുണ്ട്. അതെന്തിനാ വെച്ചേക്കുന്നത്? അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ താര എന്ന് പറയുന്ന കുട്ടിക്ക് ശരിക്കും ഇച്ചിരിയുടെ മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഷമീറിന് കിസ് തരാൻ പറ്റാത്ത അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് ഒരു ടൈം ഉണ്ടാവും. ആ ടൈം അനുസരിച്ച് സമയം ഉണ്ടാവും. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം കിട്ടില്ല. അതെ 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 അതെ. അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അപ്പാപ്പന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, ഞാൻ ഇവിടെ ക്ലോണിക് ബാച്ചിലറാണ്. ഞാൻ അങ്ങനെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കിവിടെ ഒത്തിരി കുട്ടികളുണ്ട്. ഞാനിങ്ങനെ എടുത്തു വളർത്തുന്ന കുറെ കുട്ടികളുണ്ട്. കാലങ്ങളായി ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങളുടെ അപ്പാപ്പനോടൊക്കെ ചോദിച്ചാൽ, നിങ്ങളുടെ അവിടുത്തെ അപ്പാപ്പനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയൊക്കെയാണ്. ഞാൻ നേരത്തെ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പിന്നെ റിട്ടയർഡ് ആയിട്ട് പിന്നെ
ഇതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്തേക്കും. ആ ആ അതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, നമ്മുടെ ടീംസ് എല്ലാം അത് നല്ല പങ്കായിട്ട് നടത്തുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എനിക്ക് താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഇൻസ്ട്രക്ഷൻസ് അപ്പാപ്പ. അപ്പൊ ഇത് ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഒന്നും പറയുന്ന അല്ല, ഉമ്മക്ക് വേണ്ടിയിട്ട് എന്നല്ല, ഞാൻ സാധാരണ ഞാൻ എന്റെ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാം അപ്പാപ്പനോട്. അതായത് എന്റെ കൂടെ പ്രണയിച്ച് നടന്നവരും അതിനുശേഷം പ്രണയിച്ചവരെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോന്നും ചെയ്യുമ്പോ നമുക്കൊരു മനസ്സിലായോ അപ്പാപ്പന് അറിയണ്ടാവല്ലോ, ഈ പ്രായം കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊരു തോന്നലുണ്ടാവല്ലോ ഉള്ളില്, അതായത് നമ്മളൊക്കെ വന്നവരൊക്കെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല, ആ കുട്ടിക്ക് ഷമീർ ഒരു നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുക, നല്ല രീതിയിൽ കെയർ കൊടുക്കുക. അപ്പം ഷമീറിന് ആ കുട്ടി തന്നെ വിചാരിക്കും, ഓക്കെ എനിക്ക് തരുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളി കെയറിങ് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ സ്നേഹിക്കുക അല്ലെ, കൂടുതൽ സ്നേഹിക്കുക, വേദനിപ്പിക്കാതെ സ്നേഹിക്കുക. അപ്പൊ അതിനുശേഷം കാര്യം ഓക്കെയാണ്. മനസ്സിലായി. താങ്ക് യു അപ്പാപ്പ, താങ്ക് യു ഫോർ ദ അഡ്വൈസ്. Okay. Have a nice day. Have a nice day. Okay. അല്ല, അപ്പൊ ഞാൻ ഡയലോഗ് പറയട്ടെ. ഇതേടെ മറ്റേ ഇതിനല്ലേടെ ബ്ലൂ ഹരിയോ വാ ഇങ്ങോട്ട് വാ. ഹരിയോ ഒന്നുകൂടി പറഞ്ഞേ. കിസ് വേണ്ട കേട്ടോ, കിസ് വേണ്ട. അതായത് ഞാൻ അവളെ കൂടുതൽ സ്നേഹിക്കുന്നു നോക്ക് തോന്നിയാ മതി, മനസ്സിലായോ? സ്നേഹിക്കുന്നു. അതെ, ഞാൻ അവളെ കൂടുതൽ സ്നേഹിക്കുന്നു അവക്ക് തോന്നിയാ മതി. Oh, she's saying he wants you to make her think that he likes Yes, her. that is wonderful. Oh, but you already like her, right? എങ്ങനെ? നിനക്ക് അവൾ already ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അത് ഒന്ന് തെലുങ്കിൽ ഓള ഭാഷയെ പറയുമ്പോ അത് കുറച്ചും കൂടി സ്നേഹം കൂടുമല്ലോ. ഓക്കെ ഞാൻ പറയാ വെച്ച. నువ్వంటే నాకు ఇష్టం. ఓకే నువ్వంటే నాకు బారా మొన్న ഇവിടെ പ്രാക്ടീസ് ചെയ്താ నువ్వంటే പിന്നെന്താ? എനിക്ക് ഇത്രയും സമയം ഓർമ്മ ഉണ്ടായിരുന്നു. നീ ഓടിപ്പോയി. నువ్వంటే నాకు ఇష్టం. నువ్వంటే నాకు ఇష్టം അല്ല, അപ്പൊ പിന്നെ പറ. నువ్వంటే నాకు ఇష్టం. ഓക്കെ, കിട്ടി. പിന്നെ പറ. నువ్వంటే నాకు ఇష్టം. കിട്ടി. അല്ലേ, പോ. ഫ്രീ ആണോ? ഷമി വാ ഇങ്ങോട്ട്. തിരക്കൊക്കെ കഴിയുമ്പോ വിളിച്ചാ മതി, ഞാൻ പോടും. ഇല്ല, ഞാൻ പോടും. Alex is the waiter here. നല്ലപോലെ കുലുക്കി കൊടുക്കുവാനെ. തക്കായി എവിടെ? ഞാൻ മുതുക്ക് ആടെ ഭയങ്കര കത്തലാന്ന്. ഞാൻ വരുന്നു അങ്ങോട്ടേക്ക് വരുന്നു. ഈ ഈവന്റ് ഓർഗനൈസ് ചെയ്തത് ആരാ? ഇതാണ് ഈ ബിടി ആണെന്ന് തോന്നുന്നത്. നിങ്ങളാണ് ഓർഗനൈസ് ചെയ്തത്? അല്ല മറ്റേ എൻഗേജ്മെന്റ് കല്യാണം മാത്രമാണോ? ബ്രേക്കപ്പ് പാർട്ടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യോ? എന്നെ മനസ്സിലായോ? ഉടനെ ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്നെ മനസ്സിലായോ? ഞാൻ ഷമീർ. ഇത് മറ്റേ സാറല്ലേ, പോലീസ്. ഞാൻ കണ്ണൂർ കിങ്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. വേറെ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് വന്നതല്ലേടാ. ഇത് ഫുൾ ഓറ നോക്കാതല്ല, ഇത് ഫുൾ ഓറ നോക്കാതല്ല.
ഷമീർ, ഫാമിലി ഓഫ് അതെ നീ വരുന്നുണ്ടോ? ഓ ആ ഷമീറായിരുന്നോ? അതെ അതല്ലേ ഞാൻ വിചാരിക്കുന്നു വരുസാറും തന്നെ അറിയാണ്ട് എന്താ പറയാ സുഖല്ലേ? സുഖം സുഖം. എങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം? അങ്ങനെ പോകുന്നു. ഓ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. താര താര ഇത് ഷമീർ ഓർമ്മയില്ലേ? അല്ല താര എന്റെ ഗേൾഫ്രണ്ട്. ഓർമ്മയില്ലെന്നോ? അതാ കണ്ടിട്ട് രണ്ടറ്റത്ത് നിൽക്കുന്നു. അല്ല നിങ്ങൾ എനിക്കൊന്നും കാണുന്നില്ല പ്രോപ്പറായിട്ട്. അതാണ് ഞാൻ ചോദിച്ചേ, കാണുന്നില്ലേ? ചെക്കനെ മാറി പോകുന്ന രീതിയിലാണല്ലോ അല്ലെ ഷമീറിന്റെ ഡ്രസ്സൊക്കെ. അതെ അല്ല ഞാൻ പിന്നെ ഒരു കല്യാണത്തിന് വരുമ്പോ അതിന്റേതായ ഒരു രീതിയിൽ വരാം. ഷമീറത് കല്യാണമല്ല, എൻഗേജ്മെന്റ്. അതെ എൻഗേജ്മെന്റ് വാട്ടവർ എന്തായാലും ഒരു നമ്മള് ചെറുക്കന്റെ വീട്ടുകാരാകുമ്പോ അതിന്റെ ഇതില് നിക്കണല്ലോ. പിന്നെ വേലായുധന് എന്റെ അമ്മയുടെ പെങ്ങടെ മോനല്ലേ? കുഞ്ഞമ്മയുടെ മോൻ. കുഞ്ഞമ്മയുടെ മോൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? എന്തിനാണ് ഇങ്ങനെ വളച്ച്? ഞാനും വേലായുധൻ എന്ന് പറഞ്ഞാ അങ്ങനെ വളർന്നതാ നമ്മള്. മനസ്സിലായോ? കായലും ഇതിലും. പിന്നെ അറിയാവോ? എങ്ങനെ അല്ല വേലായുധന് ഇവിടെ വന്നത് അറിയാവോന്ന്? ഷമീർ അതറിയാം. പിന്നെ വേലായുധന് അറിയണ്ടെത്താ? വേലായുധൻ വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. ഞാനിപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വേലായുധൻ നിങ്ങൾ അങ്ങനെ നടന്നാന്ന് പറഞ്ഞു. പക്ഷെ വേലായുധൻ ഡോക്ടറാണ് കേട്ടോ. അതെന്താ ഷമീർ എന്തോ സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഞാൻ ഇത് ഡെന്റിസ്റ്റ്. അത് അറിയില്ലേ? ബൽസാറിന് അറിയാലോ? അത് അന്ന് നിങ്ങള് പല്ല് ഊരിക്കാൻ വന്നിട്ട് ഞാൻ മറ്റേ അണപ്പല്ല് ഊരി വിട്ടത് ഓർമ്മയില്ല? അത് എന്നെയല്ല. അന്ന് ആള് മാറിയിട്ടുണ്ടാവും. അത് വേറെ അത് വേറെ. അപ്പൊ ആള് മാറിയായിരിക്കും. അല്ല ഞാനിപ്പോ അത്യാവശ്യം വല്ല കുഴപ്പമില്ലാത്തൊരു ഇതില് പോയെന്ന്. വേലായുധൻ എന്നാലും അങ്ങനെ ലോയറായി. ഡോക്ടറായോ? ഷമീറെ അവിടെ വായിക്കാം അങ്ങോട്ട്. അവിടെ ആ ബോർഡിലൊന്ന് വായിച്ചാ ഏകദേശം. ഓ ഞാൻ കാണുന്ന സമയത്ത് അവൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ നമ്മള് മറ്റേ തോട്ടില് മീൻ പിടിക്കാൻ പോക്കും അടി ഉണ്ടാക്കി നടക്കലും. പിന്നെ 5 വയസ്സ് 10 വയസ്സിലൊക്കെ പിന്നെ ഡോക്ടറേറ്റിലേക്ക് കിട്ടുക പിള്ളേർക്ക്. അപ്പൊ എല്ലാരും മാങ്ങയ്ക്ക് കല്ലെറിയും, മീൻ പിടിക്കാൻ. അതെ. പിന്നെ ഒരു 5 5-6 വർഷം കഴിയുമ്പോക്ക് വേലായുധം കേറി അങ്ങ് വളർന്നില്ലേ? ഇവനങ്ങ് ഡോക്ടറായി. 6 വർഷം കഴിയുമ്പോ 16 വയസ്സാവും. 10 വയസ്സിൽ 16 ആകുമ്പോ വളരെ കാൽക്കുലേഷൻ തുടങ്ങി. ജോൺസൺ തീർന്നു. ഷമീറെ ഇന്റർവ്യൂ തീർന്നടാ. അല്ല കണക്കിന് ഞാൻ കുറച്ച് ബാക്കോട്ടാ. അല്ല അപ്പൊ ജോൺസിന്റെ സാറേ ഷമീറെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ ദിവസമായില്ലേ? യാത്ര എല്ലാം അടിപൊളിയായിരുന്നു സാറേ. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. പീഡിയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊന്നും അല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ തൊട്ട് നമുക്ക് ഞാൻ വരാം നാളെ വരാം. അപ്പൊ ശരി സാറേ, ഞാൻ ഒന്ന് വേലായുധനൊന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പൊ കണ്ടില്ലേ? പിന്നെ ഞാൻ കണ്ടു. ഒന്നാമത് രണ്ടാമത് എനിക്ക് തന്നെ ഇടക്കിടക്ക് ഒരു 10-10 മിനിറ്റ് കൂടെ നമുക്ക് കാണണം. ഇല്ലെങ്കിൽ ചോദിക്കും ഷമീർ സുഹൃത്തുക്കളല്ലേ? ഈ പറഞ്ഞ പോലെ അവൻ ചിലപ്പോ കല്യാണം വരെ വേണ്ടാന്ന് വെച്ച് കളയും എന്നെ കണ്ടില്ലെങ്കിൽ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ എന്തായാലും അവന്റെ ശുഷ്കാന്തി കണ്ടിട്ട് കല്യാണം ഇങ്ങനെ നടക്കുന്ന തോന്നണേ. രാഘവപിള്ള സാറ് അല്ലെങ്കിൽ അവൻ ഡോക്ടറാണ്. രാഘവപിള്ള സാർ അവന്റെ ചീഫുമാണ്. അപ്പൊ പിന്നെ മിക്കവാറും അവരൊരു ബുദ്ധിമുട്ടായിരിക്കും കല്യാണത്തിന് വേണ്ടാന്ന് വെച്ച് പോയാല്. അല്ല ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ വെറുതെ അത് വേറെ പ്രശ്നത്തിലേക്ക് വരും. താരം എന്താ ചെയ്യുന്ന? ഞങ്ങളും കൂടെ വരാം. എന്തായാലും ഞങ്ങളുടെ ആ സ്നേഹം ഞങ്ങളൊന്ന് കാണട്ടെ. നിർബന്ധമാണോ? വേറൊരു പ്രശ്നമുണ്ട്. വരസാറെ അവരെ അല്ല ഒറ്റക്ക് കണ്ടാ ചിലപ്പോ അറിയാത്ത പോലെ അല്ല അഭിനയിക്കുക. അങ്ങനെയൊന്നും അഭിനയിക്കത്തില്ല. സാറൊക്കെ ഭയങ്കര നീറ്റാണ്. നിനക്ക് എന്നെ പരിചയമില്ല? പണ്ട് നമ്മള് മണ്ണപ്പം ചുട്ട് കളിച്ചത് അങ്ങനെയൊക്കെയാണോ? നമ്മള് എനിക്ക് ഓർമ്മയില്ലല്ലോ. നമ്മള് തേങ്ങ വെക്കാൻ പോയതൊക്കെ നീ മറന്നു. അതെ മറ്റേ മുത്തുച്ചിപ്പി അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഏത് മറ്റേ പാട്ടോ? മുത്തുച്ചിപ്പി പാട്ട്. അതെ പാട്ട്. അത് നിങ്ങൾ ഒരുമിച്ച് പാടി ബീച്ചിലൂടെ കടലെ കുറിച്ച് നടന്നൊക്കെ നീ മറന്നോ? അതെ വേലായുധ
ഏതാ ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ ഏതാ? എനിക്കത് ഓർമ്മില്ല. അപ്പൊ അത് അതെന്താറിയോ ആ ടൈം വില ഇത്രയും അടുത്ത ബന്ധമായിട്ട് കമ്പനിക്കാരാന്ന് പറഞ്ഞിട്ട് അല്ലല്ല അതെന്താ അറിയോ ഭരത് സാർ ഇങ്ങനെ വന്നാൽ ഞാൻ അതിന്റെ റീസൺ പറഞ്ഞുതരാം. വാ. ഹലോ ഷമീർ. ആ ബീരാൻ ഒരു മിനിറ്റ് ബീരാൻ ഒരു മിനിറ്റ് വേലായി സാറേ പോരെ. ഓക്കെ ഓക്കെ. വാ 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 സാറ് വാ സാറ് വാ. ഞാൻ അപ്പനെ കൊണ്ട് അതെന്താ അറിയോ ഭരത് സാറേ ഞാനും അവനും തമ്മില് സാർ ബാക്കില് ഇത് ജോൺസി. ഓക്കെ പണ്ട് ഞാനും അവനും തമ്മില് ഒരു പെൻസിൽ അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവന്റെ പെൻസിൽ ഞാൻ കട്ടു. അന്ന് തൊട്ട് ഇവൻ ഞാനുമായിട്ട് ഇതില്ല മനസ്സിലായോ. പക്ഷെ 5ാം ക്ലാസ്സിന് ശേഷമല്ലേ മണ്ണപ്പം ചൂടാനും അല്ല അത് 4 ബിയിൽ പഠിക്കുമ്പോ 4 ബിയില് അതിന് പഠിക്കുമ്പോഴാണ് ഇത് പറ്റിയല്ലേ. അവിടെ കേട്ടില്ലായിരുന്നു. അത് അവനോട് പറഞ്ഞ പെൻസിൽ കേട്ട സുഹൃത്തിനെങ്കിലും അവന് ഓർമ്മ വേണമല്ലോ. അല്ല അവനൊരു എൻഗേജ്മെന്റ് പരിപാടി നിൽക്കുമ്പോ നമ്മള് പെൻസിൽ കേട്ട കഥയൊക്കെ പറയേണ്ടത്. അത് കൊടുക്കണ്ടേ? ഉമ്മനെ അല്ലാണ്ട് കൊടുക്കാറുണ്ട്. അല്ല അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ആലിവാമണപ്പുറത്ത് കണ്ട പരിചയം പോലും പുള്ളി കാണിക്കുന്നില്ല. ഒരു കള്ളാന്നെങ്ങനെ വിളിയെങ്കിലും വരട്ടെ പുള്ളിയുടെ മുഖത്തുനിന്ന്. ഒരാൾ കാസർഗോഡ് ഒരാൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന പോലെ അത്രക്ക് അകൽച്ച ഫീൽ. അതാ ഞാൻ പറഞ്ഞ 5ാം ക്ലാസ്സിൽ ഇതിന്റെ റബ്ബർ ഞാൻ കട്ടത് കൊണ്ടുള്ള ഒരു പ്രശ്നം. അത് ഒരു മിനിറ്റ് എന്നാ നമുക്ക് ഇറങ്ങിയാലോ. അല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോ. തീരുമാനം എന്താ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഇപ്പൊ ഞങ്ങക്ക് അവനെ കാണുന്ന തന്നെ ഇഷ്ടമല്ല. അല്ല ഷമീർ എനിക്കിപ്പോ മറ്റേ ഒരു പാട്ടാണ് ഓർമ്മ. എന്തൊരു ഓറാലോസാണിത്. അതെ 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 ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന ശർവാണിയോടെ അങ്ങനെ പാടാം. അപ്പൊ സാറേ നമുക്ക് നാളെ കാണാട്ടോ. ഭയങ്കര ക്ഷീണം ഭയങ്കര തലവേദന. ഞാൻ കിടക്കട്ടെ. ഇറങ്ങുവാണെന്ന് ചോദിക്കുക. അല്ല ഞാന് ഒന്ന് ഇവിടത്തേക്ക് പോവാ ഒന്ന്. അതന്നെ ഇവിടുന്ന് ഇറങ്ങുവാണെന്ന്. ഇവിടുന്ന് ഇപ്പൊ നിന്നിട്ട് പ്രത്യേകിച്ച് സുഹൃത്തിനെ കണ്ടെന്ന് കെട്ടിപ്പിടിച്ച് ഒരു വേണ്ട എനിക്ക് എന്തോ പെട്ടെന്ന് ഇത് പോയി. ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഒരു ഹെലികോപ്റ്റർ അല്ല എനിക്ക് വേണ്ടത് ഈ വെള്ളം ചീറ്റുന്ന സൗണ്ടാണോ? പിന്നെ ഡോക്ടർ ആയപ്പോ ഒരു ജാടിയും കൂടി കേട്ടാ. പണ്ട് ഇവനെങ്ങനെ ഒന്നും ആയിരുന്നില്ല ജോൺസിനെ സാറേ. ഇവൻ ഈ വേലായുധന് പണ്ട് നമ്മള് മുള്ളക്കൊല്ലിയില് മൊത്തം സ്ക്രിപ്റ്റ് എവിടേക്കോ പാളുന്നുണ്ട്. ഇപ്പൊ മുള്ളംകൊല്ലി വേലായുധൻ എത്തിയിട്ടുണ്ട്. ഇത് ഡോക്ടർ വേലായുധനാണ്. അതെ പക്ഷെ പണ്ട് ഇവൻ ഇതായിരുന്നു വടംവലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. വടംവലി അതുവിടെ നമ്മള് അധികം വർത്താനം പറഞ്ഞിട്ടാ വെറുതെ അത് ചീഞ്ഞ് നാറും. വേണ്ട നമുക്ക് ഇവിടെ നിർത്താം. അതാ നല്ല. എന്താണ് ഷമീർ സാറേ എവിടെയായിരുന്നു? കുറെ കാലമല്ലോ ഞാൻ ഒരു വട്ടാണ് പരിചയപ്പെട്ടത്.